D4 ഡാൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോവുകയും അതിൽ നിന്നും കിട്ടി എന്നാൽ കിട്ടിയില്ല എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഫോൺ എൻ്റെ തന്നപ്പോൾ ഒരു മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല മെസ്സേജ് എന്തോന്നുള്ളത്. ഗേൾസ് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വളഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും കൊളുത്തിയോ? ചെന്നപ്പം തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ റോമൽ അതിൽ കയറരുത് എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ അവർ വിളിച്ചതാണ്. അവരൊക്കെ ഇപ്പം എന്താ ഹാപ്പിയാണോ ഇപ്പം റോമലിൻ്റെ ഈ ഒരു വളർച്ച കണ്ടപ്പോൾ? പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. അടുത്ത ആളാണോ അറിയാവുന്നത്? അടുത്ത ആളെന്ന് വെച്ചാൽ അടുത്ത ആളായിരുന്നു. അന്നാണ് ഇപ്പം ആയിരുന്നു. ഇയാളോട്ട് ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ്. എനിക്ക് ഒന്നാമത് അവരെ കണ്ടുകൂടാ. റോമലിന് അങ്ങനെ ഒരു ഇത് പറ്റിയപ്പോൾ എന്താ വിഷമം തോന്നിയോ? തോന്നി എന്താണെന്ന് വെച്ചാൽ ഇനിയും അതിന് മുകളിൽ എനിക്ക് എത്തണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്. കാര്യം ഞങ്ങളെയും കൂടെയൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയല്ലോ. അപ്പം ഒരുപാട് സന്തോഷം. ഹായ് ഹലോ നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും, താരങ്ങളെ മാത്രമല്ല വളർന്നു വരുന്ന താരങ്ങളോട് ഇൻ്റർവ്യൂ നമ്മൾ എടുക്കാറുണ്ട്. D4 ഡാൻസ് എന്നുള്ളൊരു റിയാലിറ്റി ഷോയിലൂടെ പിന്തള്ളപ്പെട്ട ഒരു താരമാണ് നമ്മോടൊപ്പം ഉള്ളത്. അത് മാത്രമല്ല ഇപ്പോൾ കന്യാദാനത്തിലെ മെയിൻ കഥാപാത്രം, മറ്റ് പല സീരിയലിലെ പല പ്രോജക്റ്റുകൾ ഏറ്റിട്ടുള്ള ഒരു താരമാണ് നമ്മോടൊപ്പം ഉള്ളത്. റോമലാണ് നമ്മോടൊപ്പം ഉള്ളത്. റോമൽ രാജേഷ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയുന്നത്. റോമൽ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖം. റോമൽ ഞാനുമായിട്ട് ഏതാണ്ടൊരു 10-12 വർഷത്തെ ബന്ധമുണ്ടല്ലേ? 10 വർഷത്തെ ബന്ധമുണ്ട് റോമൽ. കാര്യം ഇവൻ കൊച്ചിലെ തന്നെ ഡാൻസർ, നല്ല ഉഗ്രം ഡാൻസറാണ്. അതിലേക്ക് നമുക്ക് കടക്കാൻ ഇപ്പോൾ റോമലിൻ്റെ വിശേഷം ചോദിക്കട്ടെ. എന്തുണ്ട് വിശേഷം? സുഖം, നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മളിരിക്കുന്ന കന്യാദാനം ലൊക്കേഷനിലാണ്. എത്ര എപ്പിസോഡായി ഇപ്പം റോമൽ ജോയിൻ ചെയ്തിട്ട്? 1000 അടുപ്പിച്ചായി. ഞാൻ ടോട്ടലി 1000 അടുപ്പിച്ചായി. ഞാൻ ജോയിൻ ചെയ്തിട്ട് 100+ ആണ് 100+ ആയി അല്ലേ? ശ്യാം എന്ന കഥാപാത്രം ഇതിനകത്ത് ചെയ്തത് അല്ലേ? അപ്പം ഈ ഒരു കഥാപാത്രം ഞാൻ കണ്ടപ്പോൾ, ആദ്യം കണ്ടപ്പോൾ കുറച്ച് ജാട കാണിക്കുന്ന കഥാപാത്രമാണ്. ഇപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഗതി എന്തുവാണ്? അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാവമാണ്. ഒരു ഭയങ്കര സത്യസന്ധനും പാവമായിട്ടുള്ള ഒരു രീതിയില്ല. നേരത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റായി. നേരത്തെ ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായി. ആദ്യം വന്നപ്പം ഒരു ചെറിയൊരു പറ്റിപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. വീട്ടുകാരെ ഓവറായിട്ടുള്ള സംസാരം. ഇപ്പം അങ്ങനെയൊന്നും എല്ലാവരുമായിട്ടും ഭയങ്കര പാവവും അവർ പറഞ്ഞാൽ കേൾക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം റോമലെ ഒരു ഡാൻസറാണ്, ബേസിക്കലി ഒരു ഡാൻസറാണ്. എനിക്കൊന്ന് 5 വയസ്സ് തൊട്ട് 3 വയസ്സ് തൊട്ടാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്. ഈ അറിയുന്ന, അതായത് പാട്ടിൻ്റെ ഈണം അറിയുന്നത് തൊട്ട് ഡാൻസ് പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഡാൻസിലെ ഇൻസ്പിറേഷൻ എനിക്കറിയാം, അച്ഛനാണെന്നറിയാം. എവിടെ വേണമെങ്കിലും അച്ഛൻ കൊണ്ടുപോകും അല്ലേ? അച്ഛൻ അല്ലേ? അപ്പോൾ ഷിജി മാസ്റ്റർ ഉണ്ട്. ഷിജി മാസ്റ്റർ പ്രഗത്ഭനായ ഒരു മ്യൂസിക് ഡാൻസ് കൊറിയോഗ്രാഫറാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ D4 ഡാൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, പോവുകയും അതിൽ നിന്നും കിട്ടി എന്നാൽ കിട്ടിയില്ല എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു അല്ലേ? D4 ഡാൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ഡാൻസേഴ്സിനുള്ള പ്ലാറ്റ്ഫോമാണ്. അത് റാംസാൻ ആയാലും ദിൽഷ ആയാലും എല്ലാവരും അതിൽ കൂടാണ്, കുക്കുമല്ല. അപ്പം റോമലിന് അങ്ങനെ ഒരു ഇത് പറ്റിയപ്പോൾ എന്താ വിഷമം തോന്നിയോ, ദേഷ്യം തോന്നിയോ, അതോ ഇനിയും അതിനുവേണ്ടി പ്രയത്നിക്കുവാണോ, ഇനിയും പ്രയത്നിക്കുന്നുണ്ടോ? അത് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇനിയും അതിന് മുകളിൽ എനിക്ക് എത്തണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് ഓഡീഷനിൽ ചെയ്യാൻ പറ്റില്ല. എന്തായിരുന്നു അന്ന് പറ്റിപ്പോയത്? എന്തായിരുന്നു അത് ചില ആൾക്കാർ കാണുമല്ലോ. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? മീൻസ് അത് വേറെ ആരെങ്കിലും പാര വെച്ചാണോ? അതെ ഉറപ്പായിട്ടും. അതെൻ്റെ ഒന്ന് പറയാമോ എന്താന്നുള്ളത്? കാര്യം എന്തായാലും ചാനലിലുള്ളവരല്ല എന്നുള്ളത് മനസ്സിലായി, പുറത്തുള്ളവരാണെന്നുള്ളത് മനസ്സിലായി. പേര് ഉള്ളവരല്ല, പുറത്തുനിന്നുള്ളവർ തന്നെയാണ്. പുറത്തുനിന്നുള്ളവർ വിളിച്ചിട്ട് പ്രൊഡ്യൂസറിനെ വിളിച്ച് ഞാനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഒരു ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു മാക്സിമം. റോമലാണെന്നുള്ള രീതിയിലോ? റോമൽ എന്തിനാണ് അങ്ങനെ വിളിച്ചിട്ട് അവസരം എനിക്ക് കിട്ടും? ഞാൻ ഒരു വട്ടം ചോദിച്ചായിരുന്നു. ഒരു വട്ടം നമുക്ക് ഡീറ്റെയിൽസ് അറിയണമല്ലോ. D4 ഡാൻസിന്റെ ഓഡിഷൻ എന്നാണ്, പിന്നെ മറ്റേ 113 ഉണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് വിളിച്ച് ചോദിച്ചാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന്റെ കാര്യം മാത്രം ജസ്റ്റ് വിളിച്ച് ചോദിച്ചു. പിന്നെ നമുക്ക് ഈ അറിയാവുന്ന ഈ പറഞ്ഞ ആളുണ്ടല്ലോ, ഇവരോട് നമ്മൾ സംസാരിച്ചു. അടുത്ത ആളാണോ അറിയാവുന്നത്? അടുത്ത ആളെന്ന് വെച്ചാൽ അടുത്ത ആളായിരുന്നു. അന്നാണ് ഇപ്പൊ ആയിരുന്നു അല്ലേ? അതിനുശേഷം പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടു, നമുക്ക് മനസ്സിലാവുമ്പോഴല്ലേ കൂടുതൽ. അവരാണ് വിളിച്ചെന്നുള്ള എങ്ങനെ അറിഞ്ഞത്? അവര് പറഞ്ഞായിരുന്നു വിളിക്കാം എന്ന് പറഞ്ഞു. അവര് തമ്മിൽ ഭയങ്കര കോണ്ടാക്ട് ആണ്, ഭയങ്കര കമ്പനിയാണ്, അങ്ങനെ ഒരു ഇതിലാണ്. അപ്പം അവർ കോണ്ടാക്ട് ചെയ്തോളാം, സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ കടന്ന് വിളിച്ചുകൊണ്ടിരുന്നു, അവർ ഡിസ്റ്റർബ് ചെയ്തു. പിന്നെ ഓഡീഷൻ ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് വിളിച്ചു, പ്രൊഡ്യൂസറിനെ വിളിച്ച് ചോദിച്ചു എപ്പോഴാണെന്നുള്ളത്. യമുന മാഡം. അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് റേസ് ആയത്. എങ്ങനെ എന്തിനാ എപ്പോഴും വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പം അവർ വിചാരിച്ചിരുന്നത് ഞാനാണ് കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരുന്നത്.
പിന്നെ എനിക്ക് കാര്യം പറയാനുള്ളവർ പോലും ഒരു കേൾക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യാൻ, നമുക്കൊന്നും. പക്ഷേ കൂടെ കൂടെ വിളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോഴും റോമലിന് മനസ്സിലില്ല, ഇതാ ഞാൻ ഒറ്റ ഹോട്ടലിലെ വിളിച്ചോളൂ. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതാ പറഞ്ഞത്. പിന്നെ ഇത് എപ്പോഴാണ് അറിഞ്ഞത്? പിന്നെ മനസ്സിലായി ഇവര് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ആളെ വിളിച്ചായിരുന്നു, അപ്പോൾ ഇയാളോട്ട് ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ്, എനിക്ക് ഒന്നാമത് അവരെ കണ്ടുകൂടാ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവരാണ് വിളിക്കുന്നത്. ആ പുള്ളിക്കാരൻ്റെ മകനോ മകളോ അതിനകത്തുണ്ടായിരുന്നു? അതിനകത്തില്ലായിരുന്നു. ഇല്ലായിരുന്നു. അപ്പോൾ റോമൽ അതിൽ കയറരുത് എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ അവർ വിളിച്ചതാണ്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും മഴവില്ലൊരു സീരിയൽ ചെയ്തില്ല ആ സമയത്ത്. മഴവില്ലിൽ ഞാൻ മക്കളെന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നെഗറ്റീവ് ആയിരുന്നു, എന്നാലും നല്ലൊരു ക്യാരക്ടറായത്. ത്രൂ ഔട്ട് അല്ലെങ്കിലും നല്ലൊരു ക്യാരക്ടർ. അതിനുശേഷം വന്നത് എനിക്ക് തോന്നുന്നു കന്യാദാനത്തിലാണ്. ഇതിൻ്റെ ഒരു സംഭവം ഉണ്ട്, എന്താ അറിയാം റോമലെ? അപ്പോൾ ഞാൻ നിങ്ങളുടെ ശക്തികുളങ്ങര അവിടുത്തെ ഒരു വീടുണ്ടല്ലോ, ഷൂട്ടിന് സമയത്ത് ഞാനവിടെ പോയപ്പോഴേ എൻ്റെ അടുത്ത് വിജയൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, അതായത് ഇളയ കുട്ടിയുടെ കഥാപാത്രം, അതായത് ആ കുട്ടിക്ക് ആപ്റ്റായിട്ടുള്ളൊരു വരൻ കഥാപാത്രം ചെയ്യുന്ന ആൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റോമലിൻ്റെ ഫോട്ടോസ് വിജയൻ ചേട്ടൻ അയച്ചു കൊടുത്തു. പക്ഷേ കോഇൻസിഡൻ്റലി വേറെ ആരുടെയും ഒരു വഴി റോമൽ ഇതിനകത്ത് വരികയും ചെയ്തു. അപ്പം വൈദ്യൻ ഇച്ഛിച്ചതും എല്ലാം പാല് തന്നെ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. റോമൽ അറിഞ്ഞായിരുന്നു അത്? അച്ഛനാണ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ. റോമലായിട്ട് സംസാരിച്ചില്ലെന്ന് തോന്നുന്നു, ഞാൻ സംസാരിച്ചില്ല. ഇപ്പം എങ്ങനെ വീട്ടിലേക്ക് എങ്ങനെ? ഇപ്പം എനിക്കൊന്ന് റോമൽ ഡാൻസറിനെക്കാട്ടിലും ഇപ്പോൾ ഒരു അഭിനേതാവായി. ഇപ്പം ഗേൾസ് ഫാൻസൊക്കെ കൂടിയോ? ഇടയ്ക്ക് കർണാടകയിലോ എവിടെയാണ്ടോ പഠിക്കാൻ പോയില്ലായിരുന്നു? കംപ്ലീറ്റ് ചെയ്തോ? അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ പോയി ഭയങ്കര പെർഫോമൻസ് ആണ്, അവിടെ ഭയങ്കര ഗേൾസ് ഫാൻസ് ആണ് അച്ഛൻ തന്നെ പറഞ്ഞത്. അവിടെ ഞാൻ ബികോം ചെയ്യാനായിട്ടായിരുന്നു പോയത്. അപ്പം ഹിസ്ലോപ്പ് എന്ന് പറഞ്ഞ കോളേജിലാണ്. അവിടെ ഭയങ്കര ഈ ആർട്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഡാൻസേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. റോമൽ ഡാൻസറാന്ന് എങ്ങനെ അവർക്ക് മനസ്സിലായത്? അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അല്ലല്ല, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ചെന്നപ്പം തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മുടെ തുമ്പിയാണോ? അല്ല, ഇഷ്കവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ റോമലെ അച്ഛൻ ഇങ്ങനെ വാദവരാതെ സംസാരിക്കും. മനുഷ്യ എവിടെ പോയാലും എല്ലാ പെർഫോമൻസ് ഗേൾസ് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വളഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും കൊളുത്തിയോ? എൻ്റെ ചേട്ടനാണ് ഞാൻ എന്തായാലും ചോദിച്ചുകൂടെങ്കിലും ഇത് യൂഷ്വലി ചോദിക്കാമല്ലോ. അങ്ങനെ ആരെങ്കിലും? ഫോൺ എൻ്റെ തന്നപ്പോൾ ഒരു മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല മെസ്സേജ് എന്തോന്നുള്ളത്. വിജയൻ ചേട്ടൻ വിളിച്ച് സംസാരിച്ച സമയത്ത് ഒരു മെസ്സേജ് അതിനകത്ത് വന്നായിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചില്ല. കുട്ടിയുടെ പേര് ഞാൻ വായിച്ചു, ഞാൻ പറയുന്നില്ല. പറയട്ടെ? ഹൃദ്യ അന്നെ ഇല്ല റോമല, ചുമ്മാ ചോദിച്ചാണ്. കാര്യം എന്തായാലും നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടും ഈ ഡാൻസിന് ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏത് പാട്ട് കളിച്ചാലും, അതുപോലെ മൈക്കിൾ ജാക്സൺ, അതുപോലെ ഇവൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ഇവനും കൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കണ്ട. ഇവൻ്റെ റൈറ്റ് ലെഗിൻ്റെ വിരൽ ഫ്രാക്ചറായിട്ട് അവൻ ഇതുവരെ സർജറി ഇല്ല, ഒന്നുമില്ല. അവൻ ആ വിരൽ വെച്ചിട്ടാണ് ഇത്രയും നാളും ഡാൻസ് കളിച്ചത്. ഇവിടെ എല്ലാവർക്കും അറിയാം ഡാൻസ് കളിക്കുന്നതൊക്കെ. പിന്നെ അറിയാം. കാര്യം ഇവിടെ റീൽസ് എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇവർ അറിയുന്നത് ഞാൻ ഡാൻസറാണുള്ളത്. കൂടെ പേരായിട്ടുള്ള കൊച്ചുകൂടെ ചെയ്യായിരുന്നു അല്ലേ? ഈ വേറെ പ്രോജക്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. കാര്യം അങ്ങനെ കിട്ടുന്നത് നല്ല തന്നെയാണ്, ഭാഗ്യം തന്നെയാണ്, എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യമാണ്. കിട്ടി ഇപ്പം ഏതൊക്കെയാണ് ഇപ്പം നമ്മൾ പ്രോജക്റ്റ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന അസൈൻമെൻറ്റ്? എനിക്കിപ്പം 2 പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ഒന്ന് ഏഷ്യാനെറ്റില്ല. അപ്പം അതിൽ ഇങ്ങനെ അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഷൂട്ടെല്ലാം പറയത്തില്ല. അത്യാവശ്യം എക്സ്ട്രാ ചാനലാണ് ഏഷ്യാനെറ്റ്, സീ കേരള അങ്ങനെയൊക്കെയുള്ള ചാനൽസാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ കൊണ്ടുപോകും. കാര്യം നമ്മുടെ ആദ്യത്തെ സീരിയൽ കന്യാദാനമാണ്. അപ്പോൾ അതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സീരിയലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും റോമലിനെ പോലുള്ള ആൾക്കാർ, റോമൽ അഭിനയിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഞാൻ മക്കൾ സീരിയൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, റോമൽ ഇങ്ങനെ ഒരു അഭിനയ മോഹിയാണെന്നുള്ളത്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഈ ഫോട്ടോ അയച്ചു കൊടുത്തത് വിജയൻ ചേട്ടൻ. എങ്ങനെയുണ്ട് ഇവിടുത്തെ അഭിനയം? കൃഷ്ണകുമാർ നായകൻ, അതുപോലെ ഡോണ നായിക, അവരൊക്കെ എങ്ങനെയുണ്ട്? അവരെല്ലാം പുതുമുഖങ്ങളാണ് അല്ലേ? പുതുമുഖല്ലേ? ഇത് ഫസ്റ്റാണ്. അപ്പം അവരോടൊക്കെയുള്ള എക്സ്പീരിയൻസ് എന്താണ്? വരുമ്പം ഉള്ളൊരു കമ്പനി ആവാനൊരു പാഠം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിലെങ്ങനെയാണോ അതുപോലെ അല്ല. അതുപോലെ ലെജൻഡായിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും കൂടെ അഭിനയിക്കാൻ ഇഷ്ടമുള്ള, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിലെ കണ്ടുകൊണ്ടിരിക്കുന്ന ദേവൻ സാറിനോട് അഭിനയിച്ചപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സെയിം ഇതുപോലെ തന്നെയാണ്. എക്സൈറ്റഡ് ആയോ? പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിന്റെ ആദ്യത്തെ ഷോട്ടിൽ നിനക്ക് എങ്ങനെയായിരുന്നു? വല്ല ഡയലോഗ് പറയുമ്പം തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചീത്ത വിളിക്കുക അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ലൊക്കേഷനിലായതുകൊണ്ട് നമ്മുടെ
എന്താണ് ഇമ്മാനുവൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആർട്ടിസ്റ്റിനെ വിളിക്കാൻ വരും. നമുക്ക് അറിയാം, ലൊക്കേഷൻ ആയതുകൊണ്ട് അറിയാം. അപ്പോൾ അവരുടെ ജോലി നടക്കട്ടെ, നമ്മുടെ ജോലി നടക്കണം. ഇനിയിപ്പോൾ വരുന്ന അല്ലെങ്കിൽ സിനിമകളിലേക്കുള്ള അല്ലെങ്കിൽ എനിക്കൊന്ന് 2-3 സിനിമ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഞാൻ കൊറിയോഗ്രാഫി ഏതൊക്കെ സിനിമയാണ്? പ്രേമം പോലെ എന്ന് പറഞ്ഞൊരു ഫിലിം, അത് റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. മറ്റേ ബിജു കുട്ടൻ ചേട്ടനും പിന്നെ മറ്റേ ജോയ് മാത്യു ചേട്ടനില്ലേ, അത് ആർക്ക് വേണ്ടിയിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്? അതിനകത്ത് അവർക്ക് എല്ലാവർക്കും തന്നെ. എല്ലാവർക്കും കൂടെ എത്ര പാട്ട് ചെയ്തതിനകത്ത്? അതിൽ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പള്ളിമണി എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അതിപ്പം ഇറങ്ങിയത്, റിലീസായി. ശ്വേതാ മേനോനും പിന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെയ്തായിരുന്നല്ലേ? അപ്പോൾ രണ്ട് സിനിമ ഇനിയുണ്ടോ? ഇനി ഏതെങ്കിലും? അല്ല, ഇനി ഇത് 2 ചെയ്തിട്ടുള്ളൂ. ഈ റോമൻ ലൈറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാളുണ്ട്, ഷീജി മാസ്റ്ററും വേറെ ഒരു സന്തോഷമില്ല, സന്തോഷം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സുഭാഷ് മാസ്റ്റർ. അവരൊക്കെ ഇപ്പം എന്താ ഹാപ്പിയാണ് ഇപ്പം റോമനിൽ ഈ ഒരു വളർച്ച കണ്ടപ്പോൾ? പിന്നെ ഭയങ്കര ഹാപ്പി. വിളിക്കാറുണ്ടോ അവരൊക്കെ? എന്താണ് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? സീരിയൽ സീൻസ് ഒക്കെ കാണും. നിന്റെ ഇതുവരെ വിളിച്ച് പറയാതോ? അല്ല, യൂട്യൂബിൽ കാണുമായിരുന്നല്ലേ? ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു താരപദവിയിലേക്ക് വന്നപ്പോഴേ നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും തിരിച്ചറിയാം. കാര്യം ഡാൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ കോളേജിൽ പോകുമ്പോൾ ആൾക്കാർ അത് ആ ചുറ്റുവട്ടം മാത്രമേ അറിയത്തുള്ളൂ. 1-2 പേർക്ക് തിരിച്ചറിയാൻ പറ്റൂ. പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വീട്ടിലെ എല്ലാ ദിവസവും 7:30 മണിക്കല്ലേ? 7 മണി 7 മണി സമയത്ത് ഈ ശ്യാം എന്ന കഥാപാത്രം എല്ലാവരുടെ മുന്നിലേക്കും വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു അനുഭവം എന്തോ? പുറത്തേക്ക് ഇറങ്ങുമ്പം ഞാൻ വിചാരിച്ചേക്കാട്ടിയും ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പം വന്നിട്ട് കാര്യം ഇതിലൊരു എൻ്റെ അമ്മായിയമ്മയായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അപ്പം പുള്ളിക്കാരത്തി കുറച്ച് നെഗറ്റീവാണ്. അപ്പം ഞാൻ വന്ന ടൈമിൽ അപ്പോൾ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ക്യാരക്ടറിന് ഒരു പണി കൊടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ലായിരുന്നു. ഞാൻ വന്നതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയുക, അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും പറയും, ഇവിടെ അങ്ങനെ ചെയ്യണോ, ഇവിടെ അങ്ങനെ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കുക എല്ലാം ഭയങ്കര അവരെ വീട്ടിലെങ്ങനെയാണ് ആക്റ്റീവായിട്ട് സംസാരിക്കും. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ, അവൻ കുറച്ച് ഓഫാർഡാണ്. കാര്യം സംസാരം വളരെ കുറവാണ്, പക്ഷേ അവൻ്റെ പ്രവൃത്തി ഡാൻസ് ആയാലും അഭിനയായാലും ഒക്കെ ഭയങ്കരമാണ്. പക്ഷെ എങ്കിലും ഇപ്പം സംസാരിച്ചേ പറ്റുള്ളൂ, കുറച്ചുകൂടെ എനർജി ആയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് പറയും പണി കൊടുക്കണം, സെൽഫി എടുക്കുന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഈ പണ്ട് നമ്മൾ കോളേജിൽ പോയ ഓർമ്മ വേണ്ട, നമ്മളൊരു പ്രോഗ്രാം പോയപ്പോഴും എനിക്ക് അസൂയ വന്നൊരു സമയം ഉണ്ടായിരുന്നു. കാര്യം റോമലിനെ കൊണ്ട് ഞാൻ കോളേജിൽ പോയൊരു ഡാൻസിൻ്റെ പ്രോഗ്രാം പോയപ്പോൾ അവന് മൈക്കിൾ ജാക്സനെ കളിച്ചു, അതുപോലെ തുമ്മിക്കോ ആഷിക്ക് 2 പാട്ടും കളിച്ചു. ഇത് കഴിഞ്ഞപ്പം ഉള്ള കോളേജിലെ എല്ലാ പെൺകുട്ടികളും, ആൺകുട്ടികളില്ല, പെൺകുട്ടികളെല്ലാവരും വന്ന് സെൽഫി എടുത്തു. അപ്പം ഞാനിങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, ആരാ? എൻ്റെ ഇറക്കണം, ഞാനത് കൊറിയോഗ്രാഫി ചെയ്തത്. ചുമ്മാ പറഞ്ഞ് എങ്ങനെ എന്നോടെങ്കിലും വന്നൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്തെല്ലാം റോമലിൻ്റെ അവിടെ ആയിരുന്നു. ഇപ്പോൾ അതിൽ കൂടിയ ആൾക്കാർ കൂടിയെന്ന് പറയാൻ ഞാൻ തന്നെ പറയാൻ പാടില്ല. അല്ല, നീ അല്ലടാ അറിയുന്നു പറയേണ്ടത്. എന്ന് വെച്ചാൽ അന്ന് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ആൾക്കാർ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ വരുമല്ലോ അല്ലേ? അച്ഛൻ എത്രത്തോളം സന്തോഷമുണ്ട്? അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്, ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഇവന് വേണ്ടിയാണ് അച്ഛൻ്റെ ആ ഒരു ഗൾഫ് ജീവിതം ഇവിടെ നിർത്തി ഇവൻ്റെ കൂടെ ഇല്ലയോ ഡാൻസ് എന്നും പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന് ആ ഒരു മനുഷ്യൻ്റെ ആയുഷേട്ടൻ. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, താരങ്ങളുണ്ട്. അവരൊക്കെ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും തീർച്ചയായിട്ടും. കാര്യം അവരൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം. കാര്യം അവരൊക്കെ നല്ല എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇവരൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് മോനെ. ഇനിയും നന്നായിട്ട് വരട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അടുത്ത വർഷം 2025 ആകുമ്പം അനീഷേട്ടൻ വന്ന് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും കേട്ടോ. ഏഷ്യാനെറ്റിനും അല്ലെങ്കിൽ സി കേരളത്തിലോ ഇതിലേതിൽ വന്നിട്ടായാലും നന്നായിട്ട് വരട്ടെ, നല്ല സീരിയൽ കിട്ടട്ടെ. അതുപോലെ തന്നെ ഇത് മൂവ് ഓൺ ചെയ്യുക, നമ്മുടെ കന്യാദാനം മൂവ് ഓൺ ചെയ്യുക. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന മൂവി വേൾഡ് മീഡിയയ്ക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. കാര്യം ഞങ്ങളെയും കൂടെയൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയല്ലോ, അപ്പം ഒരുപാട് സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലല്ല, കുറച്ചും കൂടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ശ്യാം എന്ന കഥാപാത്രത്തെയും ഞങ്ങളുടെ ഈ സീരിയലിനെയും എല്ലാവരെയും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയും അടുത്ത ക്യാരക്ടർ ഉണ്ടാവുന്നതായിരിക്കും വേറെ ചാനലിൽ, അതിലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. റോമനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഇനിയും സീരിയൽ പോട്ടെ. ഈ സീരിയൽ 2000 എപ്പിസോഡ് വരെ പോട്ടെ. ഇനി വരുന്ന പ്രോജക്റ്റും നന്നായിട്ട് വരട്ടെ. എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു.